Hi students, welcome to today's chemistry class, Organic Chemistry, some basic principles and techniques, part 4. നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടായ ബെൻസീൻ്റെ സ്ട്രക്ചർ എന്താണ് നമുക്ക് നോക്കാം. ബെൻസീൻ്റെ ഫോർമുല C6H6. ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ബെൻസീൻ. C6H6 എന്നാണ് അതിൻ്റെ ഫോർമുല. Molar mass 78.11 gram per mole. Soluble in alcohol, acetone, acetic acid, chloroform. ഒരു നല്ലൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ബെൻസീൻ. സ്ട്രക്ചർ നോക്കിയേ, സൈക്ലിക് സ്ട്രക്ചറാണ്. ബെൻസീൻ റിങ് C6, അതായത് 6 കാർബൺ ചെയിനായിട്ട് നിൽക്കുന്നു. 6 കാർബണിൽ നിന്ന് ഓരോ ഹൈഡ്രജൻ C6H6 നടുക്കായിട്ട് ഡോട്ടഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺസ് ആണത്, ഡീലോക്കലൈസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ്. ഇതാണ് ബെൻസീൻ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ഇൻ കോവാലന്റ് ബോണ്ട്സ്. ദി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ആൻ ഓർഗാനിക് മോളിക്യൂൾ may take place either in the ground state under the influence of an atom or a substituent group. പലതരത്തിലുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഓർഗാനിക് മോളിക്യൂളാണ് നടക്കുന്നുണ്ട്. ആ ഓർഗാനിക് മോളിക്യൂൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് റെസൊണൻസ് എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും. അന്നേരം ഈ റെസൊണൻസ് എഫക്റ്റ് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് നമ്മളിപ്പം കണ്ട ബെൻസീൻ. എന്താണ് റെസൊണൻസ്? When a compound can be represented by more than one Levy structure, an actual structure is hybrid of all these structures, the compound is said to possess resonance. ഒരു ഒറ്റ സ്ട്രക്ചർ കൊണ്ട് ചില മോളിക്യൂൾസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ബെൻസീൻ അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. ഒന്നോ അതിൽ കൂടുതലോ സ്ട്രക്ചർ ആവശ്യമാണ് അതിൻ്റെ ശരിയായിട്ടുള്ള റെപ്രസെൻറ്റേഷന്. When a compound can be represented by more than one Levy structure and actual structure is hybrid of all these structures, the compound is said to possess a resonance. For example, benzene. These are also called mesomerism. Actual structure of molecule is called a resonance hybrid. ശരിയായിട്ടുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് resonance hybrid. അതർ സ്ട്രക്ചേഴ്സിനെയാണ് കാനോനിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും C6H6 ബെൻസീൻ. കേക്കുലെ എന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചാണ് അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറാണ് ഈ രണ്ട് സ്ട്രക്ചർ. C6H6 ബെൻസീൻ, ഇവിടെ ഡബിൾ ബോണ്ട് ഈ പൊസിഷനിലാണ്. ഇനി അടുത്ത പൊസിഷനിൽ റെസൊണൻസ് സ്ട്രക്ചറിലോട്ട് വന്നപ്പം ഇവിടെ ഇരുന്ന് ഡബിൾ ബോണ്ട് ഇപ്പുറത്തോട്ട് മാറി അല്ലേ. ഡബിൾ ബോണ്ടിന് വ്യത്യാസം വരുന്നു, ഡീലോക്കലൈസേഷൻ അത് ഓടി നടക്കുന്ന പോലെയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ആക്ച്വൽ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇതാണ്. ഡീലോക്കലൈസ് ചെയ്തിരിക്കുന്നു ഇലക്ട്രോൺസ്. നമുക്ക് ഈ രണ്ട് റെസൊണൻസ് സ്ട്രക്ചറിലൂടെ നമുക്ക് ബെൻസീനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ലേവി സ്ട്രക്ചർ വരയ്ക്കാൻ സാധിക്കും. ആക്ച്വൽ സ്ട്രക്ചറാണെന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ട്രക്ചറാണ്, അതാണ് റെസൊണൻസ് ഹൈബ്രിഡ്. നടുക്കായിട്ട് ഈ ഡബിൾ ബോണ്ട് എല്ലാം കൂടെ ഓടി നടക്കുന്ന പോലെ ഡീലോക്കലൈസ് ചെയ്തിരിക്കുന്നു. ഇതാണ് റെസൊണൻസ് ഹൈബ്രിഡ്. ബെൻസീൻ സ്ട്രക്ചറിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറാണ് രണ്ട് ടൈപ്പ്. അതുപോലെ തന്നെ അതിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡാണ് നമ്മളിവിടെ കാണുന്നത്. റെസൊണൻസ് സ്ട്രക്ചർ. Resonance structure. A single Levy structure cannot explain all the property of the molecule. Hence, many Levy structures are proposed for some molecule to explain the properties. Different Levy structures proposed are called as resonance. Levy structure or canonical form of contributing structures. The phenomenon is called a resonance and the structures proposed are called a resonance structures. നമ്മൾ ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ കണ്ടില്ലേ? നമുക്ക് ബെൻസീൻ ഒന്നുകൂടെ നമുക്ക് എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബെൻസീൻ C6H6 ഇതാണ് ബെൻസീനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. There are many organic molecules whose behavior cannot be explained by a single Levy structure. An example, ബെൻസീൻ ഇത് സൈക്ലിക് സ്ട്രക്ചറാണ്. ബെൻസീൻ എന്ന് പറയുന്നത് സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. കണ്ടെയ്നിങ് ഓൾട്ടർനേറ്റ് കാർബൺ സിംഗിൾ ആൻഡ് കാർബൺ ഡബിൾ ബോണ്ട്. ഇത് കാർബൺ സിംഗിൾ ബോണ്ടാണ്, അടുത്ത കാർബൺ ഡബിൾ ബോണ്ടാണ്, അടുത്ത കാർബൺ സിംഗിൾ ബോണ്ടാണ്. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാർബൺ സിംഗിളും ഡബിൾ ബോണ്ടും കാണുന്നു. അങ്ങനെ നമുക്ക് ആ സ്ട്രക്ചറിനെ വരയ്ക്കുമ്പോൾ രണ്ട് രീതിയിൽ വരയ്ക്കാം. ഇവിടെ ലേവി സ്ട്രക്ചർ ഇവിടെ, അത് കഴിഞ്ഞ് അടുത്ത് കഴിയുമ്പോൾ അടുത്ത സ്ട്രക്ചർ നമുക്ക് ഈ ഡബിൾ ബോണ്ട് ഇവിടെ ആയിട്ട് വരയ്ക്കാം. തൊട്ടടുത്ത പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് 1ഉം 2ഉം, ഈ 1ഉം 2വിനെയാണ് നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ 1 and 2 ആർ കോൾഡ് റെസൊണൻസ് സ്ട്രക്ചർ. ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചറാണ്, അതായത് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ മാറി മാറി വരുന്നു. അതാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. ദ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്
അല്ലെങ്കിൽ അതിന് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നു, ഓർ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ്. റെസൊണൻസ് സ്ട്രക്ചറിന് കാനോണിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആർ ഹൈപ്പോത്തറ്റിക്കൽ ആൻഡ് ഇൻഡിവിജ്വലി ഡു നോട്ട് റെപ്രസെന്റ് എനി റിയൽ മോളിക്യൂൾ. ശരിയായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ലത്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്ട്രക്ചറാണ്. They contribute to the actual structures in proportion to their stability. Canonical structure of benzene, resonance hybrid. All the properties of a compound cannot be explained by a single structure. നമുക്ക് ബെൻസീനെ, ഇതാണ് ബെൻസീൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ബെൻസീൻ ഈ സ്ട്രക്ചറും ശരിയാണ്. അതുകൊണ്ടാണ് cannot be explained by a single structure. Canonical structures or resonance contributing structures differ in position of electrons. ഇതാണ് കാനോണിക്കൽ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത്. ഇവിടെ പൊസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് മോളിക്യൂൾ. ഇവിടെ ഇലക്ട്രോൺ ഡീലോക്കലൈസ് ചെയ്യുന്ന റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ. അന്നേരം ഇത് രണ്ടുമല്ല ആക്ച്വൽ ആയിട്ടുള്ള സ്ട്രക്ചർ. നമ്മൾ ഒരു സ്പെക്ട്രോസ്കോപ്പിൽ കൂടെ അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബെൻസീൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്തിരിക്കുന്ന റെസൊണൻസ് ഹൈബ്രിഡ് ആണെന്ന് പറയാം. അങ്ങനെയുള്ള റെസൊണൻസ് ഹൈബ്രിഡൈസിന് ഡീലോക്കലൈസേഷൻ ഇലക്ട്രോൺ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മോളിക്യൂൾ. ഇവിടുത്തെ ഈ റെസൊണൻസ് ഹൈബ്രിഡിന് ഈ രണ്ട് കാനോണിക്കൽ സ്ട്രക്ചേഴ്സിനെ അപേക്ഷിച്ച് അതിൻ്റെ എനർജി കുറവായിരിക്കും. അതിന് കാരണം ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് എനർജി കുറവുള്ളപ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നു. റെസൊണൻസ് ഹൈബ്രിഡ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആർ ഇമാജിനറി. അത് ഇമാജിനറി ആയിട്ട് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ ശരിയായിട്ടുള്ള റെസൊണൻസ് ഹൈബ്രിഡ് ആണ്. റെസൊണൻസ് എനർജി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കും ആക്ച്വൽ എനർജി ഓഫ് ഹൈബ്രിഡ് മൈനസ് എനർജി ഓഫ് മോസ്റ്റ് സ്റ്റേബിൾ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ. റെസൊണൻസ് ഹൈബ്രിഡിൻ്റെയും എനർജി ഓഫ് മോസ്റ്റ് സ്റ്റേബിൾ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിൻ്റെയും ഡിഫറൻസിനെയാണ് റെസൊണൻസ് എനർജി എന്ന് പറയുന്നത്. റെസൊണൻസ് ഈസ് മെഷർ ഓഫ് സ്റ്റെബിലിറ്റിയെ മെഷർ ചെയ്യുന്നതിനുള്ളൊരു ഇതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. The resonance energy of a compound is a measure of the extra stability of the conjugated system compared to the corresponding number of isolated double bonds. അതായത് ഡീലോക്കലൈസ് ചെയ്തിരിക്കുന്ന ഈ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചറിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അതാണ് റെസൊണൻസ് എനർജി. റെസൊണൻസ് എനർജി ഓഫ് എ കോമ്പൗണ്ട് ഇസ് എ മെഷർ ഓഫ് ദി എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റഡ് സിസ്റ്റം കമ്പയർഡ് ടു ദ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ഐസൊലേറ്റഡ് ഡബിൾ ബോൺസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ മെഷർമെൻറ്റ് വെച്ചാണ്. അതുകൊണ്ട് ദിസ് ഈസ് ദ റെസൊണൻസ് എനർജി ഫോർ ബെൻസീൻ. നമുക്ക് ബെൻസീൻ്റെ കേക്കുലർ സ്ട്രക്ചർ കാണാം. 2 ഇക്വലൻ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചറാണ് ബെൻസീൻ. രണ്ട് ഒരുപോലുള്ള റെസൊണേറ്റിംഗ് സ്ട്രക്ചർ. ആക്ച്വലി ഇതല്ല ഇതിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നടത്തുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും റെസൊണൻസ് ഹൈബ്രിഡ്. അത് ഡീലോക്കലൈസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ഇതാണ് റെസൊണൻസ് ഹൈബ്രിഡ്. ഇപ്പം നമുക്ക് ബെൻസീൻ്റെ രണ്ട് റെസൊണേറ്റിംഗ് സ്ട്രക്ചറിനെയും റെസൊണൻസ് ഹൈബ്രിഡിനെയാണ് നമ്മളിവിടെ പഠിച്ചത്. The resonance structure അതിന് പറയുന്നത് വേറെ പേരാണ് കാനോണിക്കൽ സ്ട്രക്ചർ ഓർ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, മറക്കരുത്. റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഓർ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആർ ഹൈപ്പോത്തറ്റിക്കൽ ആൻഡ് ഇൻഡിവിജ്വലി ഡു നോട്ട് റെപ്രസെന്റ് എനി റിയൽ മോളിക്യൂൾ. The difference in energy between the actual structure and the lowest energy resonance structure is called the resonance stabilization energy or symbol the resonance energy. എന്നാൽ നമുക്ക് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജിയിലോട്ട് പോവാണ്. The difference in energy between the actual structure and the lowest energy resonance structure. Difference in energy between the actual structure and the lowest energy resonance structure is called a resonance stabilization energy or simply the resonance energy. Resonance energy പറ്റി പറയുകയാണെങ്കിൽ the energy of actual structure of the molecule. Actual structure of the molecule ഏതാണ്? റെസൊണൻസ് ഹൈബ്രിഡ്. നടുക്ക് വട്ടമിട്ടിരിക്കുന്നതാണ് റെസൊണൻസ് ഹൈബ്രിഡ്. is lower than that of any of the canonical structure. സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ റെസൊണൻസ് ഹൈബ്രിഡിന്, എനർജി ഏറ്റവും കുറവ് അല്ലേ. The difference in energy between the actual structure and the lowest energy resonance structure is called the resonance stabilization energy. റെസൊണൻസ് ഹൈബ്രിഡുമായിട്ടുള്ള കാനോണിക്കൽ സ്ട്രക്ചറിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ കാനോണിക്കൽ സ്ട്രക്ചറിൻ്റെ എനർജി ഡിഫറൻസിനെയാണ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ റെസൊണൻസ് എനർജി എന്ന് പറയാം. The more the number of important contributing structures, the more is the resonance energy. Resonance is particularly important when contributing structures are equivalent in energy. ഇതാണ് ബെൻസീൻ്റെ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ. ഇത് ഇക്വിലിബ്രിയത്തിൽ ബെൻസീൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് റെസൊണൻസ് ഹൈബ്രിഡ് ആയിട്ട് എഴുതാം. ഇതാണ് റെസൊണൻസ് ഹൈബ്രിഡ്. ഈ റെസൊണൻസ് ഹൈബ്രിഡ് ആയിട്ടുള്ള മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ, ആ സ്ട്രക്ചറും കാനോണിക്കൽ സ്ട്രക്ചർ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാനോണിക്കൽ സ്ട്രക്ചറും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ റെസൊണൻസ് എനർജി എന്ന് പറയുന്നത്. ഇനി റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ന്യൂക്ലിയസ് ഷുഡ് റിമെയിൻ അൺചേഞ്ച്ഡ്.
All the canonical forms do not contribute equally. All the contributing structures should be bona fide. The electron always move away from a negative charge. Electrons away. രണ്ട് നെഗറ്റീവ് ചാർജിന് അടുത്ത് ഇലക്ട്രോൺസ് എടുക്കുന്നത് നമുക്കറിയാം റിപ്പൽഷൻ സംഭവിക്കും ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ദി ഇലക്ട്രോൺസ് ഓൾവേസ് മൂവ് അവേ ഫ്രം എ നെഗറ്റീവ് ചാർജ്. ആരോസ് ഷുഡ് ബി ഡ്രോൺ ടു ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ആരോസ് കാണിക്കുന്നത് എങ്ങോട്ടാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതാണ് അതിന്റെ ഹെഡ് വെച്ച് കാണിക്കുന്നത്. The following rules are applied while writing resonance structures. The resonance structure have the same position of nuclei, the same number of unpaired electrons. Resonance effect is defined as the polarity produced in the molecule by the interaction of two pi bonds or between pi bonds and lone pair of electron present on an adjacent atom. Resonance effect ഉണ്ടാകുന്നത് എപ്പോഴാണ്? പൊളാരിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയുള്ള മോളിക്യൂൾ വരുമ്പോൾ the molecule by the interaction of two pi bonds or between a pi bond and a lone pair of electron present on an adjacent atom. നമുക്ക് ഫിനോളിൻ്റെ റെസൊണൻസ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ബെൻസീൻ റിങ് OH. ഈ ഓക്സിജനിൽ എന്തുണ്ട്? അവിടെ ഇലക്ട്രോൺ ഇരിക്കുക. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുകയാണ്. ഇലക്ട്രോൺ നമുക്ക് ഈ ഡബിൾ ബോണ്ടിലോട്ട് പോകുന്നു. സിംഗിൾ ബോണ്ട് ബെൻസീനും ഓയും തമ്മിലുള്ള സിംഗിൾ ബോണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ആകുന്നു. ഓക്സിജൻ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഈ ഓക്സിജന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഓക്കെ, നമുക്കിവിടെ കാണുകയാണ് ബെൻസീൻ റിങ്ങിൽ ഒരു OH വന്നപ്പോൾ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്. ആ വെറുതെ ഇരിക്കുക ലോൺ പെയർ ബെൻസീൻ റിങ്ങിന് കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഇതിന് കൊടുക്കുമ്പം ഡബിൾ ബോണ്ട് ആകുന്നത് പോസിറ്റീവ് ആകുന്നു. ഈ ഡബിൾ ബോണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഡബിൾ ബോണ്ടിൻ്റെ അടുത്ത് ഒരിക്കലും നിൽക്കത്തില്ല. രണ്ട് ഡബിൾ ബോണ്ട് അടുത്തടുത്ത് നിൽക്കത്തില്ല ബെൻസീനിൽ. അതുകൊണ്ട് ഈ ഡബിൾ ബോണ്ട് എന്നാ ചെയ്യുന്നു? ഈ ഡബിൾ ബോണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ചാർജ് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഡബിൾ ബോണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ പുറത്ത് കിടക്കുന്ന നെഗറ്റീവിന് ഇലക്ട്രോൺ പുറത്തിരിക്കുക. ആ നെഗറ്റീവിന് എങ്ങനെയാലും ബെൻസീൻ റിങ്ങിൻ്റെ അകത്തോട്ട് കയറണം. ഉടനെ ഇലക്ട്രോൺ പറയും ഞാൻ കുറച്ച് നേരം അതിലെ പുറത്ത് നിന്നിട്ട് അതുകൊണ്ട് എനിക്ക് അകത്ത് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അകത്തോട്ട് കയറുമ്പോൾ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഡബിൾ ബോണ്ട് ഇവിടെ അകത്തിരിക്കുന്ന ഡബിൾ ബോണ്ട് പറയും രണ്ട് ഡബിൾ ബോണ്ടും കൂടെ അങ്ങനെ അടുത്ത് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ മാറിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഇലക്ട്രോൺ ആയിട്ട് പോകുന്നു. അന്നേരം ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ഇവിടെ വന്ന് ഡബിൾ ബോണ്ടായി മാറുന്നു. അങ്ങനെ ഇവിടെ ഡബിൾ ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് അകത്തേക്ക് വരുന്നു. അങ്ങനെയുള്ള എഫക്റ്റ് അവസാനം ഇവിടെ കണ്ടോണം. ഇവിടെ ഇലക്ട്രോൺ ഇവിടെ വന്ന് ഡബിൾ ബോണ്ട് ആകുന്നു. ഈ തിരിച്ച് തന്നെ ഓക്സിജന് അത് കൊടുക്കുന്നു, ഇലക്ട്രോണെ കൊടുക്കുന്നു. അപ്പോൾ ഇത് മൂലം ഒരു സ്റ്റെബിലിറ്റി, അതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. റെസൊണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിച്ചും സ്റ്റേബിൾ ആകുന്ന ഒരു എഫക്റ്റാണ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. There are two types of resonance effect, പ്ലസ് എഫക്റ്റും മൈനസ് എഫക്റ്റും. എന്താണ് പ്ലസ് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ്? In this effect, the transfer of electron is away from an atom or substituent group attached to the conjugated system. ഈ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റിനകത്ത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഈസ് അവേ ഫ്രം ആൻ ആറ്റം ഓർ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇനി നെഗറ്റീവ് റെസൊണൻസ് എന്ന് പറഞ്ഞാലോ, ദിസ് എഫക്റ്റ് ഈസ് ഒബ്സർവ്ഡ് വെൻ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഈസ് ടുവേഴ്സ് ദ ആറ്റം ഓർ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇവിടെ ബെൻസീനിലെ ഇലക്ട്രോൺ ആ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആറ്റത്തിനകത്തോട്ട് പോവുകയാണെങ്കിൽ അതാണ് നെഗറ്റീവ് റെസൊണൻസ്, വലിച്ചെടുക്കുക, ഇലക്ട്രോണെ വലിച്ചെടുക്കുന്നു. പോസിറ്റീവ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ബെൻസീനിൽ വന്നിരിക്കുന്ന ആ ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് റെസൊണൻസ് പറയുന്നത്. ഇൻ ദിസ് എഫക്ട്, പോസിറ്റീവ് റെസൊണൻസ് എഫക്ട്, ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഈസ് അവേ ഫ്രം ആൻ ആറ്റം ഓർ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ കോൺജുഗേറ്റഡ് സിസ്റ്റം. കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് കൊടുക്കുന്നു. മറ്റേത് മൈനസ് എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ആറ്റത്തിന് കൊടുക്കുന്നു. നമുക്ക് പ്ലസ് ആർ എഫക്റ്റ് നോക്കാം. നമ്മൾ ഫിനോൾ പഠിച്ച പോലെ തന്നെയാണ് അനിലിനകത്ത് നൈട്രജൻ ലോൺ പെയർ ഉണ്ട്. ആ നൈട്രജൻ ലോൺ പെയർ കോൺജുഗേറ്റഡ് സിസ്റ്റമായ ബെൻസീൻ റിങ്ങിലോട്ട് ഇലക്ട്രോൺ കൊടുക്കുകയാണ്. ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ അതാണ് പ്ലസ് ആർ എഫക്റ്റ്, പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ്. ഇൻ ദിസ് എഫക്റ്റ്, ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഈസ് അവേ ഫ്രം ആൻ ആറ്റം ഓർ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇവിടെ NH2 ആണ് ഈ കോൺജുഗേറ്റഡ് സിസ്റ്റമായ ബെൻസീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ NH2വിൽ നിന്ന് കോൺജുഗേറ്റ് സിസ്റ്റമായ ബെൻസീൻ റിങ്ങിലോട്ട് പോകുന്നു. അതാണ്
പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് നമുക്കിവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. NH2-നകത്ത് നൈട്രജന് ലോൺ പെയർ ഉണ്ട്. അത് ബെൻസീൻ റിങ്ങിലോട്ട് കൊടുക്കുമ്പോൾ ഡബിൾ ബോണ്ട് ആകുന്നു, നൈട്രജൻ പോസിറ്റീവ് ആകുന്നു. പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് പുറത്തൊക്കെ ബെൻസീൻ റിങ്ങിൻ്റെ പുറത്തോട്ട് വരുന്നു, അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? പലതരത്തിലുള്ള കോൺജുഗേറ്റഡ് സിസ്റ്റം കിട്ടുന്നു. In this system, the transfer of electron is away from an atom or substituent group attached to the conjugate system. This electron displacement makes certain positions in the molecule of higher electron density. ഇത് നമുക്ക് അനിലിൻ എന്ന് പറയുന്ന പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് കാണിക്കുന്നതാണ്. ഇനി എന്താണ് നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ്? ഇവിടെ നോക്കിയാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ബെൻസീൻ റിങ്ങിൽ നിന്ന് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടിരിക്കുന്ന ഗ്രൂപ്പിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നതിനെയാണ് നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ്. നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് നമുക്ക് ബെൻസീൻ റിങ്ങിനകത്ത് NO2 വരും. NO2 വരുമ്പോൾ ഈ NO2-നകത്ത് നൈട്രജനിൽ നമ്മുടെ അനിലിനകത്ത് NH2-നകത്ത് നൈട്രജനിൽ ലോൺ പെയർ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ രണ്ട് നൈട്രജൻ എടുത്ത് വന്ന് രണ്ട് ഓക്സിജൻ ആയതുകൊണ്ട് ഈ നൈട്രജനിൽ ഇലക്ട്രോണെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ എന്ത് ചെയ്യുന്നു? ബെൻസീൻ റിങ്ങിനകത്ത് ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്നു, ഡബിൾ ബോണ്ട് ആകുന്നു, ഓക്സിജൻ നെഗറ്റീവ് ചാർജ് ആകുന്നു, അങ്ങനെ അങ്ങ് മാറുന്നു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ബെൻസീൻ റിങ്ങിനകത്ത് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജാണ്. എന്നാൽ പ്ലസ് ആറിനകത്ത് നമ്മൾ എന്താ കണ്ടത്? നെഗറ്റീവ് ആയിരുന്നു ബെൻസീൻ റിങ്ങിൽ. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ബെൻസീൻ റിങ്ങിൽ പോസിറ്റീവ് ചാർജാണ് വന്നിരിക്കുന്നത്. Negative resonance effect, minus R effect. This effect observed when the transfer of electron is towards the atom or substituent group. Towards the substituent group. ഇപ്പോൾ NO2 ആണ് ഇവിടുത്തെ ബെൻസീൻ റിങ്ങിൽ വന്നിരിക്കുന്ന ഗ്രൂപ്പ്. ആ NO2 ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. Attached to the conjugated system. Conjugated system ആണ് ഇവിടെ ബെൻസീൻ റിങ്. Example, nitrobenzene. This electron displacement can for NO2 to NO2. The atoms of substitute groups which represent plus R or minus R electron displacement. Plus R effect കാണിക്കുന്നത്. അതായത് ബെൻസീൻ റിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് ഇലക്ട്രോണിക് കൊടുക്കുന്ന ആൾക്കാരാണ് OH, OR, OC, OR ഗ്രൂപ്പ്, NH2, NHR, NR2 അങ്ങനെയൊക്കെ വരുന്നത്. മൈനസ് ആർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ആർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ നമ്മൾ വലിച്ചെടുക്കുകയാണ്. ഇലക്ട്രോണെ വലിച്ചെടുക്കുന്ന ആൾക്കാരാണ് CHO, CO, NO2, CN. അതായത് ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോണെ വലിച്ചെടുക്കുന്നവരാണ് മൈനസ് ആർ എഫക്റ്റ് ഉള്ള COHും CHOയൊക്കെ. ടൈപ്സ് ഓഫ് റെസൊണൻസ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ഇപ്പം നമ്മൾ പ്ലസ് ആർ എഫക്റ്റും മൈനസ് ആർ എഫക്റ്റും നമുക്കൊന്നും കൂടെ ഒബ്സർവ് ചെയ്യാം. അനിലിനകത്ത് നൈട്രജൻ ഇലക്ട്രോൺ ബെൻസീൻ റിങ്ങിലേക്ക് പോകുന്നു. ബെൻസീൻ റിങ്ങിലോട്ട് പോകുമ്പോൾ ഇവിടെ എന്താകുന്നു? ഡബിൾ ബോണ്ട് ആകുന്നു. ഇനി ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു? രണ്ട് ഡബിൾ ബോണ്ട് അടുത്ത് വരാത്തത് കൊണ്ട് ഇവൻ പുറത്തേക്ക് പോകുന്നു, ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇലക്ട്രോൺ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇലക്ട്രോൺ അകത്തോട്ട് കയറണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ അകത്തോട്ട് വരുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഡബിൾ ബോണ്ട് പുറത്തേക്ക് പോകുന്നു. അന്നേരം മൈനസ് ചാർജ് ആകുന്നു. ഇനി എന്ത് ചെയ്യുന്നു? മൈനസ് ചാർജിന് അകത്ത് കാരണമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കും? ഇങ്ങോട്ട് പോകണം. അന്നേരം ഈ ഡബിൾ ബോണ്ട് പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ റെസൊണൻസിൽ കാണുന്നത്. മൈനസ് ചാർജാണ് ഇവിടെ മാറി മാറി വരുന്നത്. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്ലസ് ആർ എഫക്റ്റിനകത്ത് ബെൻസീൻ റിങ്ങിൽ നിന്ന് NO2-ലോട്ട് പോവുകയാണ്. പ്ലസ് ആർ എഫക്റ്റിനകത്ത് നമുക്ക് NH2 ഗ്രൂപ്പ് കൊടുക്കുന്നു. ഇനി മൈനസ് ആർ എഫക്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് NO2 ഗ്രൂപ്പിലോട്ടാണ് പോകുന്നത്. ബെൻസീൻ റിങ്ങിൽ നിന്ന് NO2 നമുക്ക് നോക്കാം. ബെൻസീൻ റിങ്ങിൽ നിന്ന് നൈട്രജൻ NO2-നകത്ത് നൈട്രജൻ കൊടുക്കുന്നു, ഡബിൾ ബോണ്ട് ആകുന്നു. ഉടനെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ഡബിൾ ബോണ്ട് ഇലക്ട്രോൺ പോയി കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവ് ആകുന്നു. ഉടനെ ഡബിൾ ബോണ്ട് അപ്പുറത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ അങ്ങോട്ട് ഇവിടെ. എന്നിട്ട് ഇവിടെ കറങ്ങി നടക്കുന്ന പോസിറ്റീവ് ചാർജാണ് ബെൻസീൻ റിങ്ങിൻ്റെ ചുറ്റും. അതാണ് മൈനസ് ആർ എഫക്റ്റ്. പ്ലസ് ആർ എഫക്റ്റ് വരുമ്പോൾ ബെൻസീൻ റിങ്ങിൽ നമുക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. മൈനസ് ആർ എഫക്റ്റ് വരുമ്പോൾ ബെൻസീൻ റിങ്ങിൽ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഓർത്തിരിക്കുക. ഇവിടെ ഇതാണ് പലതരത്തിലുള്ള മെക്കാനിസം ഉണ്ട്. ഇലക്ട്രോഫിലിക് മെക്കാനിസവും ന്യൂക്ലിയോഫിലിക്കും. ന്യൂക്ലിയസിന് ലവ് ചെയ്യുന്ന ആരാണ്? പോസിറ്റീവ് ചാർജ് ഉള്ളത്. എന്നെ ലവ് ചെയ്യുന്ന നെഗറ്റീവ്. എന്നാൽ അവിടെ അങ്ങനെയുള്ള പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് അവിടെയും നമുക്കിവിടെ റിയാക്ഷൻ നടക്കുന്നു. റെസൊണൻസ് എഫക്റ്റാണ്. ഇനി നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. When a covalent bond is formed between atoms of different electronegativity, the electron density is more towards the more electronegative atom of the bond. Such a shift of electron density results in a polar covalent bond. Bond polarity leads to various electronic effect in organic compound. പണ്ടൊരു പഴമൊഴിയുണ്ട്, ഒരുപോലുള്ള ആൾക്കാർ കൂട്ടുകൂടാവുള്ളത്. കൂട്ടുകൂടി എന്തായിരിക്കും സംഭവിക്കുന്നത്? അവർ ഒരുപോലെ അങ്ങിരിക്കും. എന്നാൽ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരാൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ആൾക്കാർ കൂട്ടുകൂടിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അജഗജാന്തര വ്യത്യാസമുള്ള പോലെ ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ
കോവാലന്റ് ബോണ്ടിനകത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്ക് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആൾക്ക് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അവർ തമ്മിൽ കൂട്ടുകൂടുന്നത് എങ്ങനെയാണ്? ഒരു ബോണ്ട് ഫോം ചെയ്തതാണ്. ആ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നതാണ്. ആ 2 ഇലക്ട്രോണ് ഇപ്പം രണ്ടുപേരും ഒരേ തരത്തിലുള്ള ഒരേ ശക്തിക്കാരല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആളുടെ അടുത്തോട്ട് ആ ബോണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നത്. അതാണ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. When a covalent bond is formed between atoms of different electronegativity, the electron density is more towards the more electronegative atom of the bond. Such a shift of electron density results in a polar covalent bond. Bond polarity leads to various electronic effects in organic compounds. ഇതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ്. കാർബൺ ചെയിൻ്റെ കൂടെ ഹാലജൻ വന്നു. ഹാലജൻ ഭയങ്കര മിടുക്കനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം എന്നാ ചെയ്യും? ഹാലജൻ ഈ ബോണ്ട് ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ബോണ്ടിനെ ഹാലജൻ അങ്ങ് വലിച്ചെടുക്കും. അതിൻ്റെ അടുത്തുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് അവിടെയുള്ള ആ ഇലക്ട്രോൺസിനെ ഹാലജൻ വലിച്ചെടുക്കും. ഇലക്ട്രോൺ ഷിഫ്റ്റ് ടുവേഴ്സ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺ. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് എഫക്റ്റ്. എന്നാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒരു പെർമനൻറ്റ് എഫക്റ്റാണ്. ഇത് കാർബൺ ഹാലജൻ ബോണ്ടിനകത്തൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതാണ്. കാരണം ഹാലജനാണ് കൂടുതൽ ശക്തി ബോണ്ട് ഇലക്ട്രോണെ പിടിച്ചു വലിക്കാൻ. നമുക്ക് വടംവലി മത്സരം കാണുന്ന പോലെ ഹാലജൻ വലിച്ചെടുക്കുന്നു. Inductive effect is defined as a permanent displacement of shared electron pair in a carbon chain to a small electronegative atom or group. The inductive effect refers to the polarity produced in a molecule as a result of high electronegativity of one atom compared to another. ഫ്ലൂറിൻ നമ്മൾ കാർബൺ ചെയിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ ഇലക്ട്രോണെ വലിച്ചെടുക്കുന്നു, പാർഷ്യൽ നെഗറ്റീവ്. ഈ തൊട്ടടുത്ത കാർബണാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ്, പാർഷ്യൽ പോസിറ്റീവ്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത കാർബണ് പാർഷ്യൽ, ഡബിൾ പാർഷ്യൽ പ്ലസ്, ട്രിപ്പിൾ പാർഷ്യലാണ് മൂന്നാമത്തെ കാർബൺ. അതായത് എല്ലാ കാർബണും അടുത്ത് കിടക്കുന്ന കാർബണും എല്ലാം ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. The polarization of a sigma bond due to electron withdrawing or electron donating effect of adjacent group of atom is called inductive effect. എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്? ഒരു പോളറൈസേഷൻ ഉണ്ടാകുന്നു. എവിടെ? എ സിഗ്മ ബോണ്ടിൽ ഡ്യൂ ടു എന്ത് കാരണം? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഓർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഓഫ് അഡ്ജസൻറ്റ് ഗ്രൂപ്പ്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ് ഫ്ലൂറിൻ വലിച്ചെടുക്കുകയാണ് ഇലക്ട്രോണെ. ക്ലോറിനും അങ്ങനെ തന്നെയാണ് വലിച്ചെടുക്കുന്ന ഗ്രൂപ്പുകൾ വരുന്നതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അതാണ് പോളറൈസേഷൻ ആണ്, അതൊരു പെർമനൻറ്റ് എഫക്റ്റ്. ഇങ്ങനെ ഇൻഡക്റ്റീവ് എഫക്റ്റ് വരുന്നതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആൾക്ക് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്ക് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അവർക്ക് ഇതാണ് പാർഷ്യൽ നെഗറ്റീവ്. മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ നമുക്കൊരു സിസ്റ്റം കാണുവാണ്. സിസ്റ്റത്തിനകത്ത് ഇൻഡക്റ്റീവ് എഫക്റ്റിനകത്ത് പ്ലസ് ഐ ഉണ്ട്, മൈനസ് ഐ ഉണ്ട്. നമ്മൾ പ്ലസ് ആറും മൈനസ് ആർ എഫക്റ്റും പഠിച്ച പോലെ ഇവിടെ നമുക്ക് പ്ലസ് ഐയും മൈനസ് ഐയും ഉണ്ട്. പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ കാർബണ് ഇവിടെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ സിസ്റ്റമാണ്. ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ സിസ്റ്റം ആണെങ്കിൽ കാർബണ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടുന്നു, വൈ എന്ന് പറയുന്നതിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അതാണ് പ്ലസ് ഐ എഫക്റ്റ്. പ്ലസ് ഐ എഫക്റ്റ് കിട്ടുന്നു. അതായത് ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്? ഇലക്ട്രോൺ കാർബൺ ഈ സിസ്റ്റവും ഗ്രൂപ്പും കൂടെ നിൽക്കുമ്പോൾ വൈ എന്ന് പറയുന്ന ആറ്റത്തിൽ നിന്ന് കാർബണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്ലസ് ഐ എഫക്റ്റ് നിന്ന് പ്ലസ് ഐ എഫക്റ്റ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ പ്ലസ് ഐ എഫക്റ്റ്, അതായത് സിസ്റ്റത്തിന് ഇലക്ട്രോൺ കിട്ടുന്നു. ഇനി അതാണ് പ്ലസ് ഐ എഫക്റ്റ്. പ്ലസ് ഐ എഫക്റ്റ് വരണമെങ്കിൽ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ സിസ്റ്റം ആയിരിക്കണം. കാർബണേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആൾക്കാരാണ് വൈ. അങ്ങനെയാണെങ്കിൽ വൈ ഇലക്ട്രോണെ കാർബൺ സിസ്റ്റത്തിന് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഹാലജൻസ് വരിക. ഹാലജൻസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹാലജൻസ് വരുമ്പോൾ ഇലക്ട്രോണ് സിസ്റ്റത്തിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് പോവാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജനിലേക്ക് പോവാണ്. മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ സിസ്റ്റം, അതാണ് മൈനസ് ഐ എഫക്റ്റ്. എക്സ് ഈസ് കോൾഡ് മൈനസ് ഐ എഫക്റ്റിംഗ് ഗ്രൂപ്പ്. ഈ എക്സിനെ നമ്മൾ മൈനസ് ഐ എഫക്റ്റ് എന്ന് പറയുന്നു. വൈ അതിനെ പറയുന്നത് പ്ലസ് ഐ എഫക്റ്റ്. ഇലക്ട്രോണ് പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ വരുന്ന വൈ ആണ് പ്ലസ് ഐ എഫക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോണെ കൊടുക്കുന്നു. മൈനസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെ കൂടെ വരുന്ന ഗ്രൂപ്പ് ഇലക്ട്രോണെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ടാണ് ആ എക്സിനെ നമ്മൾ മൈനസ് ഐ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ എക്സിന് ഒരു പ്രത്യേകതയുണ്ട്, മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ സിസ്റ്റം. ഓർത്തിരിക്കുക, പ്ലസ് ഐ എഫക്റ്റും മൈനസ് ഐ എഫക്റ്റും. എന്താണ് പ്ലസ് ഐ എഫക്റ്റ്? പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റവും ഗ്രൂപ്പും കൂടെ വരുന്നു. ആ ഗ്രൂപ്പ് വൈ എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്ന ആ വൈ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായതുകൊണ്ട് ഈ വൈ എന്ന് പറയുന്ന ഗ്രൂപ്പ് സിസ്റ്റത്തിന് ഇലക്ട്രോണെ കൊടുക്കുവാണെങ്കിൽ ആ വൈ ഈസ് കോൾഡ് പ്ലസ് ഐ എഫക്റ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി
ഇവിടെ ഈ ഗ്രൂപ്പിലെ സിസ്റ്റോ ഗ്രൂപ്പും ഉണ്ട്. ആ ഗ്രൂപ്പിനെയാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് ഇസ് കോൾഡ് എ മൈനസ് ഐ എഫക്റ്റിംഗ് ഗ്രൂപ്പ്. എന്താണ് മൈനസ് ഐ എഫക്റ്റിംഗ് ഗ്രൂപ്പ്? മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ സിസ്റ്റം ആണ്. അതുകൊണ്ട് ഈ മൈനസ് ഐ എഫക്റ്റ് ഇലക്ട്രോണെ സിസ്റ്റത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രോണെ കിട്ടുന്നതുകൊണ്ടാണ് മൈനസ് ഐ എഫക്റ്റ്, ഇലക്ട്രോണെ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വൈ ഇസ് കോൾഡ് പ്ലസ് ഐ എഫക്റ്റ് എന്ന് ഈ സിസ്റ്റത്തിൽ പറയുന്നത്. ഓക്കെ. Inductive effect, permanent dipole induced in one bond by another is called inductive effect. When there is a covalent bond between unlike atom, the bonding electron pair is nearer to more electronegative atom. The bond is said to be polarized. Okay, carbon chlorine നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇത് ക്ലോറിന് എന്തായിരിക്കും? മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്നതായിരിക്കും. മൈനസ് ഐ എഫക്റ്റ്, അതായത് കാർബൺ എന്ന സിസ്റ്റത്തിൽ നിന്ന് ക്ലോറിൻ ഇലക്ട്രോണെ വലിച്ചെടുക്കുന്നു. Based on this ability, the substance can be classified as electron withdrawing or electron donating group related to hydrogen. Halogens and many other groups such as nitro, cyano, carboxy, ester, aryloxy, etc. are electron withdrawing group. Electron വലിച്ചെടുക്കുന്ന ഗ്രൂപ്പാണ്. On the other hand, the alkyl group like methyl, ethyl are usually considered as electron donating group. ഇലക്ട്രോണെ കൊടുക്കുന്നതാണ്. പ്ലസ് ഐ എഫക്റ്റ്. The process of electron displacement of electron along the chain of carbon atom due to the presence of polar covalent bond at one end of the chain. ഇപ്പോൾ നമ്മളിവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് കാണുന്നത്. ക്ലോറിൻ ഇലക്ട്രോണെ വലിച്ചെടുക്കുന്നു, പാർഷ്യൽ നെഗറ്റീവ്. ഈ അടുത്ത് കിടക്കുന്ന കാർബണ് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഡബിൾ പാർഷ്യലൊക്കെ കിട്ടുന്നു. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദിസ് എഫക്ട് ഡിക്രീസസ് ഷാർപ്ലി ആസ് വി മൂവ് അവേ ഫ്രം ദ കാർബൺ ആറ്റം. ഈ ക്ലോറിൻ അടുത്ത കാർബണിലേക്ക് പോകുന്നതോറും ഇത് എഫക്റ്റ് കുറയുന്നു. And become negligible from the fourth atom onwards. It arises whenever an electron withdrawing group is attached to end of a carbon chain. Okay, നമ്മളിപ്പം ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചല്ലേ. ഇനി അടുത്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. നമ്മുടെ ഇതെല്ലാം ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റിനകത്ത് നമ്മൾ പലതരത്തിലുള്ളതാണ്. റെസൊണൻസ് എഫക്റ്റ് പഠിച്ചു. അടുത്തതാണ് പെർമനന്റ് ആയിട്ടുള്ള ഡൈപോൾ ഇതായിട്ടുള്ളതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ്. അടുത്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്തും പ്ലസ് സി എഫക്റ്റും ഉണ്ട്, മൈനസ് സി എഫക്റ്റും ഉണ്ട്. എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് നോക്കാം. ഇലക്ട്രോമെറിക് എഫക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എ ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺ ടു വൺ ഓഫ് ദ ആറ്റം ജോയിൻഡ് ബൈ എ മൾട്ടിപ്പിൾ ബോണ്ട് ഓൺ ദ ഡിമാൻഡ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. നമ്മളിവിടെ ഷെയർഡ് പെയർ ഓഫ് പൈ ഇലക്ട്രോൺ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളിടത്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റിന്റെ ആവശ്യകത വരുന്നത്. ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യും, അതായത് 2 ഇലക്ട്രോണെ അങ്ങ് കൊടുക്കുക. മറ്റേ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റിനകത്ത് പാർഷ്യൽ പോളറൈസേഷൻ ആയിരുന്നു. എന്നാൽ ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്ത് ഇപ്പം നമുക്ക് കാണാം ഡബിൾ ബോണ്ട് ഉള്ള ഈ സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്തോട്ട് H+ വരുന്നു. ആവശ്യക്കാരനാണ്. ഉടനെ തന്നെ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ബോണ്ടിനെ അങ്ങോട്ട് ഹൈഡ്രജൻ അങ്ങ് കൊടുക്കുക. 2 ഇലക്ട്രോണേയും കൂടെ ഹൈഡ്രജൻ അങ്ങ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറുന്നു. ഈ കാർബൺ ഇലക്ട്രോണെ നഷ്ടപ്പെട്ടത് പോസിറ്റീവ് ചാർജാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്ത് ഒരാൾ സഹായം ചോദിച്ചു വരികയാണ്. സഹായം ചോദിച്ചു വരുമ്പോൾ നമ്മുടെ സിസ്റ്റം കൊടുക്കുന്നു, ഡബിൾ ബോണ്ടുള്ള ഇലക്ട്രോൺ കൊടുത്തിട്ട് ഇലക്ട്രോണെ കൊടുക്കുന്നു. ഇലക്ട്രോണെ കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും? ഈ കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജ് ലഭ്യമാകുന്നു. ഓക്കെ, ഇതാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. The complete shifting of pi electron pair of a multiple bond to one of the bonded atom in presence of the attacking reagent is called electromeric effect. ഇവിടെ നമ്മൾ അറ്റാക്കിംഗ് റിയേജന്റ് വരുമ്പോൾ നമ്മൾ ഡബിൾ ബോണ്ട് അറ്റാക്കിംഗ് റിയേജന്റ് കൊടുത്ത് കാർബൺ പോസിറ്റീവ്, ഇവിടെ ഇത് സിംഗിൾ ബോണ്ട് ആകുന്നു. കാർബോണിക് ഗ്രൂപ്പ് പോളാർ ഫോം ആകുന്നു. ആൽക്കീൻ എന്താകുന്നു? ഡബിൾ ബോണ്ടിനെ കൊടുത്ത് നമുക്കിവിടെ കാണാം പോസിറ്റീവ്, നെഗറ്റീവ്, അങ്ങനെയുള്ള പോളാർ ഫോം ആകുന്നു. കംപ്ലീറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് പൈ ഇലക്ട്രോൺ. നമുക്ക് പ്ലസ് സി എഫക്റ്റും ഉണ്ട്, മൈനസ് സി എഫക്റ്റും ഉണ്ട്. ഇഫ് ദ അറ്റാക്കിംഗ് സ്പീഷ്യസ് ഈസ് ആൻ ഇലക്ട്രോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണെ ലവ് ചെയ്യുന്ന ആൾ പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ ദ പൈ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ടുവേഴ്സ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റം. ഈ പൈ ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്ക് കൊടുക്കുന്നു. അതാണ് പ്ലസ് സി എഫക്റ്റ് എന്ന് പറയുന്നത്. An example is the protonation of ethene. ഡബിൾ ബോണ്ടിന്റെ അടുത്ത് H+ വരുമ്പോൾ H+നെ സ്വീകരിച്ച പ്രോട്ടനേഷൻ നടത്തുന്നു. അതുപോലെ മൈനസ് സി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ അറ്റാക്കിംഗ് റിയേജന്റ് ഈസ് ന്യൂക്ലിയോഫിൽ. ഓർത്തിരിക്കുക, മൈനസ് സി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും എളുപ്പത്തിൽ ഓർത്ത. മൈനസ് സി എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജ് ഉള്ള ആൾ വന്ന് ഡബിൾ ബോണ്ടിൻ്റെ അടുത്ത് വരുന്നു. പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷ്യസ് വന്ന് ഡബിൾ ബോണ്ടിൻ്റെ അടുത്ത് വരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ പോസിറ്റീവിന് ഇലക്ട്രോൺ കൊടുക്കുന്നു. ഇവിടെ മൈനസ് ന്യൂക്ലിയോഫിൽ വരുവാണെങ്കിൽ ദ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് എവേ ഫ്രം ദ
attacking reagent and then the pi system. Pi systemത്തിലേക്ക് കൊടുക്കുന്നു. This is the minus E effect. എളുപ്പമാണ്. ഇലക്ട്രോമെറിക്കിനകത്ത് മൈനസ് സിയും പ്ലസ് സിയും. മൈനസ് സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൂടുതലുള്ള ആറ്റങ്ങൾ വന്ന് ഡബിൾ ബോണ്ടിൻ്റെ അവിടെ വന്ന് അത് അവർ തമ്മിലൊരു കോമ്പൗണ്ട് ആവുന്നു. അതുപോലെ തന്നെ എന്താണ് പ്ലസ് സി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജുള്ള റിയാജൻറ്റ് വന്ന് ഡബിൾ ബോണ്ടിൻ്റെ അടുത്ത് വന്ന് അതൊരു കോമ്പൗണ്ട് ആകുന്നു. പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും. പോസിറ്റീവ് ഇലക്ട്രോമെറിക്കിനകത്ത് ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ കാർബൺ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അവർ CN എന്നുള്ള ടൈപ്പ് ആകുന്നു. പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് പ്ലസ് സി എഫക്റ്റ്. Electromeric effect refers to a molecular polarizability effect occurring by an intramolecular electron displacement. Electron displacement ആണ് നടക്കുന്നത് characterized by the substituence of one electron pair for another within the same atomic octet of electron. ഡബിൾ ബോണ്ട് ഇലക്ട്രോണെ കൊടുത്ത് C പ്ലസ് CH. നെഗറ്റീവ് ഇലക്ട്രോമെറിക്കിനകത്ത് ഡബിൾ ബോണ്ട് ഇലക്ട്രോണെ കൊടുക്കുന്നു, CN മൈനസ് വരുന്നു. എന്നിട്ട് ഇതിൻ്റെ വാലൻസി അതായത് കാർബൺ 4 ബോണ്ട്, ആ 4 ബോണ്ടിലോട്ട് ഡബിൾ ബോണ്ട് മാറിയിട്ട് CN വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു. ഈ കാർബൺ മൈനസ് ചാർജ് കിട്ടുന്നു. ഓക്കെ, നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള ഇലക്ട്രോമെറിക് നമ്മുടെ എഫക്റ്റുകളുണ്ട്, ഇൻഡക്റ്റീവ് എഫക്റ്റും ഇലക്ട്രോമെറിക് എഫക്റ്റും. എന്താണ് വ്യത്യാസം? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് പോളറൈസേഷൻ ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി പോളറൈസേഷൻ, താൽക്കാലികമാണ് ഇലക്ട്രോമെറിക്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ്. സിഗ്മ ബോണ്ട്സ് ആണ് അവിടെ കാണുന്നത് ഇൻഡക്റ്റീവിനകത്ത്. ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്ത് പൈ ബോണ്ട്. ഓക്കെ, ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്ത് പൈ ബോണ്ട്, ഇൻഡക്റ്റീവിനകത്ത് സിഗ്മ ബോണ്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റിനകത്ത് വീക്ക് എഫക്റ്റ് ആണ്, വീക്ക് എഫക്റ്റ്. സിഗ്മ ബോണ്ട്സ് ആർ വീക്ക് എഫക്റ്റ്. ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്ത് സ്ട്രോങ് എഫക്റ്റ്. അതുപോലെ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് സ്മോൾ ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റിനകത്ത്. പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവാണ്. എന്നാൽ ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്ത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ്, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇത് പാർഷ്യൽ പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ എന്താണ് ഡബിൾ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ് ഇലക്ട്രോമെറിക് എഫക്റ്റിനകത്ത് കാണപ്പെടുന്നത്. അടുത്താണ് ഹൈപ്പർ കോൺജുഗേഷൻ. നമുക്ക് ഈ എഫക്റ്റും കൂടെ പഠിച്ചാൽ നമ്മുടെ ഈ ക്ലാസ് കംപ്ലീറ്റ് ആവും. ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ ഓഫ് എ സിഗ്മ ബോണ്ട് ഇൻറ്റു ആൻ അഡ്ജസൻറ്റ് എംപ്റ്റി ഓർ പാർഷ്യലി ഫിൽഡ് പി ഓർബിറ്റൽ. ഇവിടെ സിഗ്മ ബോണ്ട് ആയിരുന്നു, അതിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണ് അടുത്ത് കിടക്കുന്ന പാർഷ്യലി ഫിൽഡ് അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള പി ഓർബിറ്റലിന് കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുമ്പോൾ എന്താണ് രണ്ടുപേർക്കും തുല്യമായ ഒരു പാർഷ്യലായിട്ട് അതൊരു ഫുൾഫിൽ ആകുന്നു. ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് ദ ഡൊണേഷൻ ഓഫ് എ സിഗ്മ ബോണ്ട് ഇൻറ്റു ആൻ അഡ്ജസൻറ്റ് എംപ്റ്റി ഓർ പാർഷ്യലി ഫിൽഡ് പി ഓർബിറ്റൽ വിച്ച് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ്ഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. നമ്മളിവിടെ കാണുകയാണ് sp3 ഹൈഡ്രജൻ 1s ബോണ്ട് ആയിരുന്നു. അവിടെ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ആ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ഹൈപ്പർ കോൺജുഗേഷനിലൂടെ Mt2p ഓർബിറ്റലിന് കൊടുക്കുന്നു, ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. സ്റ്റെബിലൈസിങ് എഫക്റ്റ് ഓഫ് ദ മോളിക്യൂൾ ആണ് ഇന്ററാക്ഷൻ ഓഫ് സിഗ്മ ബോണ്ട് കാർബൺ ഹൈഡ്രജൻ കാർബൺ വിത്ത് എ പൈ നെറ്റ്വർക്ക്. അതാണ് സ്റ്റെബിലൈസിങ് എഫക്റ്റ് ഓഫ് resonance involve delocalization of pi electron, leaving a sigma bond untouched. എന്നാൽ a sigma bond and an adjacent pi bond may get involved in resonance. Such delocalization is called as hyperconjugation. നമുക്കിവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ഡബിൾ ബോണ്ട് സിഗ്മ ബോണ്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു സിഗ്മ ബോണ്ട് ആയിരുന്നു. അതിൽ ഇലക്ട്രോണ് തൊട്ടടുത്ത ഇതിൻ്റെ അടുത്ത് ഡബിൾ ബോണ്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് കൊടുത്തു, ഇലക്ട്രോണെ കൊടുത്തപ്പോൾ ഇവിടെ എന്ത് ഡബിൾ ബോണ്ടായി. ഇത് നോ ബോണ്ട് റെസൊണൻസ് ആയി മാറി. ഇവിടുത്തെ ഹൈഡ്രജൻ പ്ലസ് ചാർജ് ആകുന്നു. ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തോട്ട് പോയി CH2 മൈനസ്, അതായത് മൈഗ്രേഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ്. സിഗ്മ ബോണ്ട് ആൻഡ് ആൻ അഡ്ജസൻറ്റ് പൈ ബോണ്ട് മേ ഗെറ്റ് ഇൻവോൾവ് ഇൻ റെസൊണൻസ്. സച്ച് ഡീലോക്കലൈസേഷൻ ഇസ് കോൾഡ് ഹൈപ്പർ കോൺജുഗേഷൻ. അന്നേരം ബോണ്ട് ഇലക്ട്രോണെ വിട്ട് ഇങ്ങനെ ഇവിടെ നമുക്ക് അന്നേരം H+ CH2 മൈനസ്, അത് കഴിഞ്ഞ് അടുത്ത ടൈപ്പും ആകുന്നുണ്ട് H+. പലതരത്തിലുള്ള ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഏത് കാർബൺ ഹൈഡ്രജൻ ബോണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പ്ലസും മൈനസുമായി മാറുന്നു ഡബിൾ ബോണ്ടും സിഗ്മ ബോണ്ടും എടുത്ത്. ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് എ ജനറൽ സ്റ്റെബിലൈസിംഗ് ഇന്ററാക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് delocalization of sigma electrons of carbon hydrogen bond of an alkyl group directly attached to an atom of unsaturated system or to an atom with an unshared p orbital. Hyperconjugation is a permanent effect. അന്നേരം നമ്മുടെ
ഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റിൽ നിന്ന് തൊട്ടടുത്തുള്ള എം ടി ആയിട്ടുള്ള പി ഓർബിറ്റിൽ ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ അതാണ് ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നോ ബോണ്ട് റെസൊണൻസ് എന്ന് പറയും. ദ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഓൾസോ റിഗാർഡ് ആസ് നോ ബോണ്ട് റെസൊണൻസ്. നമുക്കൊന്ന് നോക്കാം. ഇത് ഇവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ നടത്തുവാണെങ്കിൽ എച്ച് പ്ലസ് ഡബിൾ ബോണ്ട് ആകുന്നു, തൊട്ടടുത്ത് കിടക്കുന്നു. അന്നേരം ഇത് നോ ബോണ്ട് റെസൊണൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അടുത്ത ഹൈഡ്രജൻ ഇലക്ട്രോണെ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനത്തെ സിസ്റ്റം ആകുന്നു, ഡബിൾ ബോണ്ട്. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു, ഡബിൾ ബോണ്ട് ആകുന്നു. ഓക്കെ, അങ്ങനെ ഇതിനെ പറയുന്നത് നോ ബോണ്ട് റെസൊണൻസ്. നോ ബോണ്ട് റെസൊണൻസ്. The order of stability depending on the extent of delocalization. The greater the delocalization, the more is the stability. Tertiary alkyl halide ആണ് ഏറ്റവും കൂടുതൽ, സെക്കൻഡറി അത് കഴിഞ്ഞിട്ട് പ്രൈമറി ഏറ്റവും കുറവ് മീഥൈൽ റാഡിക്കൽ. നമ്മളിവിടെ കാണുന്നത് tertiary, secondary, primary, methyl. In general, greater the number of alkyl group attached to a positively charged carbon atom, the greater is the hyperconjugation, interaction and stabilization of the cation. Hyperconjugation is also possible in alkenes and alkyl arenes. Alkenes ഇതുണ്ടാകുന്നു delocalization of electrons by hyperconjugation in the case of alkene. നമുക്കിവിടെ കാണാൻ പറ്റുന്ന ആൽക്കീൻ ആണ്. ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഈ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്ന് സിഗ്മ ബോണ്ടാണ്, അതിന് തൊട്ടടുത്ത് കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. അന്നേരം എന്ത് സംഭവിക്കുന്നു? ഹൈഡ്രജൻ ഇലക്ട്രോണെ കൊടുത്തുമ്പോൾ ഈ ഇലക്ട്രോൺ ഈ ഡബിൾ ബോണ്ടിലോട്ട് പോകുന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ് ആകുന്നു. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുക ഡബിൾ ബോണ്ടിന് അല്ലേ, അടുത്ത ഹൈഡ്രജൻ. അങ്ങനെ പ്ലസ് ഈ കാർബണിലെ 3 ഹൈഡ്രജനും ഇലക്ട്രോണെ കൊടുത്ത് നോ ബോണ്ട് റെസൊണൻസ് കൈവരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടാകുന്നു. അന്നേരം നമുക്കിവിടെ കാണാം തൊട്ടടുത്ത് ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നു, ഡബിൾ ബോണ്ട് ഉള്ളത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് റെസൊണൻസ് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഹൈപ്പർ കോഞ്ചുഗേഷൻ, ഇലക്ട്രോമെറിക് എഫക്റ്റ് അല്ലേ, പലതരത്തിലുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ അന്നേരം അത് നല്ലപോലെ നമ്മുടെ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.